യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, 3 ദിവസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്ക് ശേഷം വീണ്ടും ഡെയിലി ബ്ലെസ്സിങ് എന്ന ദൈവവചന ശുശ്രൂഷയിലൂടെ ദൈവവചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും, അങ്ങനെ ഓരോ ദിവസവും സർവശക്തനായ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന അവസ്ഥയിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമാകുന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ഇന്ന് ശനിയാഴ്ചയാണ്. ഈ ദിവസം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മളെല്ലാവരും സാധാരണക്കാരും നിസ്സാരരും പാപികളുമായ ആളുകളാണ്. മണ്ണും ചെളിയും ചാരവുമാണ്. എങ്കിലും നമ്മെ ദൈവം അത്ഭുതകരമായി നയിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. കർത്താവേ, ഞങ്ങളെ അങ്ങയുടെ വചനത്താൽ നയിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിന് നന്ദി. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിന് നന്ദി. ഞങ്ങളെ അങ്ങയുടെ കരം പിടിച്ചു നടത്തുന്നതിന് നന്ദി. കർത്താവെ, ഞങ്ങളെ സഹായിക്കുന്ന ഈ പുതിയ വർഷം ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമാക്കി മാറ്റണമേ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവവചനത്തിലേക്ക് വരുമ്പോൾ ആ വചനത്തിലൂടെ ഒരു കാര്യം എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. നമ്മുടെ എല്ലാം കൈകളിൽ ബൈബിളുണ്ട്, വേദപുസ്തകമുണ്ട്. ഇത് എടുത്തു നോക്കുന്നവരുണ്ട്, തിരിച്ചും മറിച്ചും നോക്കുന്നവരുണ്ട്, വായിക്കുന്നവരുണ്ട്, വായിച്ചിട്ട് അതേ സ്ഥാനത്ത് തിരിച്ചു വയ്ക്കുന്നവരുണ്ട്. പക്ഷെ അനുഗ്രഹം പ്രാപിക്കുന്നത് ആരാന്നറിയാമോ? ബൈബിൾ എടുത്ത് നോക്കി തിരിച്ചും മറിച്ചും നോക്കി യഥാസ്ഥാനത്ത് വയ്ക്കുന്നവർക്കല്ല. വചനം വിശ്വാസത്തോടെ അത് വായിച്ച് ആ അനുഗ്രഹത്തെ ഏറ്റെടുക്കുന്നവരുണ്ട്. ആ വചനത്തിൻ്റെ അനുഗ്രഹത്തെ വിശ്വാസത്തോടെ സ്വീകരിക്കുന്നവരാണ് അനുഗ്രഹിക്കപ്പെടുന്നവർ. നിങ്ങൾ ഓരോരുത്തരും ദൈവവചനത്തിലൂടെ അനുഗ്രഹിക്കപ്പെടുന്നവരാകട്ടെ. ഇന്ന് കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിന് പ്രചോദനം മാത്രമല്ല, അത് വലിയൊരു അനുഗ്രഹമായിട്ട് മാറും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 10-ാമത്തെ വാക്യമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 10-ാമത്തെ വാക്യം. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഭയപ്പെടേണ്ട. എന്തിനെയൊക്കെയോ ഓർത്ത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പുറമേ നമ്മൾ ചിരിക്കും, വർത്താനം പറയും, എല്ലാവരോടും ഇടപെടും, കാണുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, ആയുസ്സിനെക്കുറിച്ച്, ആരോഗ്യത്തെക്കുറിച്ച്, കുടുംബത്തെ ഓർത്ത്, മക്കളെ ഓർത്ത്, ഭാവിയെ ഓർത്തെല്ലാം ചില ഭയമുണ്ട്, ഭയപ്പാടുണ്ട്. ചിലർ പറയില്ലേ, ഞാൻ ചില സമയത്തൊക്കെ ഞെട്ടി എഴുന്നേക്കും, ദുസ്വപ്നങ്ങൾ കാണും, പേടി തോന്നും. ഒത്തിരി ഭയമുള്ള, അസ്വസ്ഥതയുള്ള മനസ്സിലാണ് ഈ ദുസ്വപ്നങ്ങളും ഞെട്ടി എഴുന്നേക്കുന്ന അവസ്ഥയും ഉറക്കം ഇല്ലാത്തൊരു അവസ്ഥ തുടരുന്നതൊക്കെ. പക്ഷേ ഇന്ന് അങ്ങനെയുള്ള വ്യക്തികളോട്, സാഹചര്യങ്ങളോട് നോക്കിയിട്ട് ദൈവം തന്നെ പറയുന്നൊരു വാക്കാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. 2 കാര്യമാണ് ദൈവം ചെയ്യുന്നത്. ഭയപ്പെടേണ്ട, സാരമില്ല, പോട്ടെ എന്ന് പറഞ്ഞിട്ട് പോവുമല്ല. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്യും. നിങ്ങൾ നിങ്ങളോട് തന്നെ പറഞ്ഞ്, ഇന്ന് എൻ്റെ ജീവിതത്തെ ശക്തിപ്പെടുത്തുകയും എൻ്റെ ദൈവം എന്നെ സഹായിക്കുകയും ചെയ്യും. ഈ പ്രതിസന്ധിയിൽ എങ്ങനെ മറികടക്കും, എന്തു ചെയ്യും, അവരോട് ഞാൻ എങ്ങനെ സംസാരിക്കും, എന്നെ ചെയ്യാൻ അറിയത്തില്ല. എൻ്റെ ദൈവം എന്നെ ശക്തിപ്പെടുത്തുകയും എന്നെ സഹായിക്കുകയും ചെയ്യും. എൻ്റെ ദൈവം എന്നെ ശക്തിപ്പെടുത്തുകയും എന്നെ സഹായിക്കുകയും ചെയ്യും. എൻ്റെ ദൈവം എന്നെ ശക്തിപ്പെടുത്തുകയും എന്നെ സഹായിക്കുകയും ചെയ്യും. എന്നെ ശക്തിപ്പെടുത്താൻ ആരുമില്ല, എന്നെ സഹായിക്കാനും ആരുമില്ല. നമ്മളെ ഒരു വാക്കെങ്കിലും പറഞ്ഞ് നമ്മുടെ ഉള്ള ശക്തി കെടുത്താനാണ് പലരും നോക്കുന്നത്. പക്ഷെ ദൈവം നമ്മളെ വചനം കൊണ്ട് ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. അടുത്ത വാക്യമാണ്, എൻ്റെ വിജയകരമായ വലത്തുകൈ
വെറുതെയുള്ളൊരു വലത്ത് കൈയല്ല. ഒരു 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 വിശേഷണം കൊടുത്തിട്ടുണ്ട്, ഒരു അഡ്ജക്റ്റീവ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ വിജയകരമായ, വിജയം നൽകുന്ന വലത്ത് കൈകൊണ്ട്, എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വചനം വിശ്വസിക്കാം. എന്നെ ശക്തിപ്പെടുത്തുകയും എന്നെ സഹായിക്കുകയും എൻ്റെ ദൈവത്തിൻ്റെ വിജയമുള്ള വലത്ത് കൈകൊണ്ട് എന്നെ താങ്ങി നിർത്തുകയും ചെയ്യുന്നൊരു ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വചനം കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിൽ തോന്നുവാണോ? എന്താ തോന്നുന്നത്? ഒന്നും ശരിയാകാൻ പോകുന്നില്ലെന്നാണോ തോന്നുന്നത്? ഈ വചനം കേട്ടിട്ട് ഇനി എന്നെ നടക്കാനാ? അങ്ങനെയല്ല, ആ ചിന്തയല്ല വരുന്നത്. ഒരു പ്രത്യേക ധൈര്യമാണ് കിട്ടുന്നത്, ഒരു പ്രത്യേക പ്രതീക്ഷയാണ് വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ സഹായിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ടെങ്കിൽ എവിടെ തോക്കുമെന്നാണ് പറയുന്നത്? ഇതുപോലെ ശക്തിപ്പെടുത്തുന്ന, സഹായിക്കുന്ന, വിജയകരമായി വലത്ത് കൈകൊണ്ട് താങ്ങി നിർത്തുന്നൊരു ദൈവമുള്ളപ്പോൾ നിങ്ങൾ എവിടെ തളർന്നു പോകുമെന്നാണ് പറയുന്നത്? നിങ്ങൾ എവിടെ പരാജയപ്പെടുമെന്നാണ് പറയുന്നത്? നിങ്ങൾ എവിടെ ഇല്ലാതാകുമെന്നാണ് പറയുന്നത്? ഒന്നും സംഭവിക്കുകയില്ല. കാരണം ദൈവം തന്നെ പറയുവാണ്, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും, സഹായിക്കും, വിജയകരമായ വലത്തു കൈകൊണ്ട് താങ്ങി നിർത്തും. ഈ ദിവസം നിങ്ങൾക്കത് അനുഭവിക്കാൻ കഴിയട്ടെ. ഈ ദിവസം നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഈ വചനത്തിൻ്റെ ശക്തിയും ഈ വചനത്തിൻ്റെ സംരക്ഷണവും വന്നു നിറയട്ടെ. ഇന്നത്തെ യാത്ര, ഇന്നത്തെ അധ്വാനം, ഇന്ന് നടത്തുന്ന ഇടപാടുകൾ, ഇന്ന് പഠിക്കുന്ന കാര്യങ്ങൾ, പരീക്ഷ, ഇൻ്റർവ്യൂ, അതുപോലെ വിൽക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ചില ബിസിനസ്സുകൾ, എന്തിലേക്കാണോ നിങ്ങൾ ചുവട് വയ്ക്കുന്നത് അവിടെയെല്ലാം ഈ വചനത്തിൻ്റെ ശക്തി നിഴലിടുന്നത്, വചനത്തിൻ്റെ ശക്തി നിങ്ങളെ തൊടുന്നത്, അവിടെ സംസാരിക്കുമ്പോൾ, ഇടപെടുമ്പോൾ, കാര്യങ്ങൾ ക്രമീകരിക്കുമ്പോൾ വിജയകരമായ വലത്തു കൈ കൊണ്ട് ദൈവം താങ്ങി നിർത്തുന്ന അനുഭവം പ്രിയരെ നിങ്ങൾക്കിന്നുണ്ടാകും. ഈ വചനത്തിലൂടെ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാണ്. ഇന്ന് പ്രത്യേകം ഒരു കുഞ്ഞു കാര്യം അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വരുന്ന ഞായറാഴ്ച, അതായത് ഇന്ന് ശനിയാഴ്ചയാണ്, നാളെ ഞായറാഴ്ച അനുഗ്രഹ റിട്രീറ്റ് സെൻറ്റർ എന്ന യൂട്യൂബ് ചാനലിൽ നമ്മുടെ ഈ ധ്യാന കേന്ദ്രത്തിൻ്റെയും ഈ CST ആശ്രമത്തിൻ്റെയും സുപ്പീരിയർ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട സോജൻ പാലത്താനത്തച്ഛൻ അച്ഛനാണ്. ഈ ധ്യാന കേന്ദ്രത്തിൻ്റെയും ഈ ഒരു ആശ്രമത്തിൻ്റെയും സുപ്പീരിയർ ആയിട്ടുള്ള അച്ഛനാണ്. അച്ഛൻ കുടുംബങ്ങളെക്കുറിച്ച് 9 ഞായറാഴ്ച വൈകുന്നേരം 7 മണിക്ക് 15 മിനിറ്റുള്ളൊരു ശുശ്രൂഷ അച്ഛൻ ചെയ്യുന്നുണ്ട്. കുടുംബങ്ങൾ തമ്മിൽ സ്നേഹം ഉണ്ടാകണം, ഐക്യം ഉണ്ടാകണം, അനുഗ്രഹിക്കപ്പെടണം. പ്രത്യേകിച്ച് മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളൊക്കെ ഈ ആലയത്തിൽ മാർച്ച് മാസം വരെ മുടങ്ങാതെ നടക്കുന്നുണ്ട്. അതിനിടയിൽ നടത്തുന്ന 9 ദിവസത്തെ ഞായറാഴ്ചത്തെ ശുശ്രൂഷയാണ്. അത് ലഭിക്കുന്നത് അനുഗ്രഹ റിട്രീറ്റ് സെൻറ്റർ എന്ന യൂട്യൂബ് ചാനലിൽ ഇന്ത്യൻ സമയം 7 മണിക്കാണ്. സാധ്യമായ ഓരോരുത്തരും ആ ഒരു പ്രാർത്ഥനയിൽ സാഹചര്യം പോലെ, സമയം പോലെ പങ്കെടുക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഇതൊരറിയിപ്പായിട്ട് പറയുവാണ്. ഇന്ന് കേട്ട വചനത്തിലൂടെ നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് കേട്ട വചനം ഞങ്ങൾ വിശ്വസിക്കുന്നു. തിരിച്ചു മറിച്ചു വയ്ക്കുകയല്ല, വെറുതെ എടുത്തു തിരിച്ചു വയ്ക്കുകയല്ല, അത് വിശ്വാസത്തിലെടുക്കുകയാണ്. ഈ വചനം വിശ്വാസത്തിലെടുക്കുകയാണ്, മറിച്ചു നോക്കിയിട്ട് തിരിച്ചു വയ്ക്കുകയല്ല. കർത്താവേ, അത് കേട്ട വചനം വിശ്വാസത്തിലെടുക്കുകയാണ്. അനുഗ്രഹം ഞങ്ങൾക്ക് വരട്ടെ. ഞാൻ നിന്നെ സഹായിക്കും, ശക്തിപ്പെടുത്തും, എൻ്റെ വിജയകരമായ വലത്തു കൈകൊണ്ട് നിന്നെ താങ്ങി നിർത്തും. അനുഗ്രഹമാകട്ടെ, അനുഗ്രഹമാകട്ടെ, അനുഗ്രഹമാകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും ദൈവം തരട്ടെ, സന്തോഷവും സമാധാനവും ദൈവം തരട്ടെ. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ നടത്തിയ നിയോഗ പ്രാർത്ഥനയിൽ വെച്ച ഓരോ പ്രാർത്ഥനകളും ഓരോ നിയോഗങ്ങളും അത്ഭുതകരമായി സാധിച്ചു കിട്ടട്ടെ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദീർഘായുസ്സും ആരോഗ്യവും ദൈവത്തോടുള്ള ബന്ധവും വർദ്ധിക്കട്ടെ. ഐശ്വര്യവും ആനന്ദവും നിനക്കുണ്ടാകട്ടെ. ദീർഘായുസ്സുണ്ടാകട്ടെ, നല്ല ആരോഗ്യമുണ്ടാകട്ടെ, നല്ല ഭവനം, നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ അനുഗ്രഹമായി ദൈവം നൽകട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ തുടരുന്നു. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചേൽപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെ ഞായറാഴ്ച നമുക്ക് ഒരുമിച്ച് 5:30 വചനം കേട്ട് പ്രാർത്ഥിക്കാം. ഓരോ ദിവസവും ഓരോ അനുഗ്രഹം അനുഭവിക്കാൻ സ്വർഗത്തിലെ ദൈവം ഇടവരുത്തട്ടെ.
നാളെയും 5:30 ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി ഉള്ളംകൈയിൽ എന്ന പോലെ എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.